ഇതാണ് ദുബായിലെ ട്രഡീഷണൽ സ്പൈസ് മാർക്കറ്റ്. വൈകുന്നേരത്തെ ഒരു കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നത്. ആളുകളൊക്കെ നല്ല തിരക്കിട്ട സമയത്തിലാണ്. അതെ, കടകളൊക്കെ ഓൾമോസ്റ്റ് എല്ലാ കടകളും ഇവിടെ അടച്ച് എല്ലാവരും വീട്ടിൽ പോയിട്ടുണ്ട്. ഇത് സ്പൈസ്, നട്ട്സ്, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും കിട്ടുന്ന ഒരു മാർക്കറ്റാണ്. ഹോൾസെയിലായിട്ടും അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. സാമ്പിൾസ് മാത്രമേ ഉള്ളൂ, സെയിൽസിനില്ല. കാരണം ഇപ്പോൾ ഇതിൻ്റെയൊക്കെ മെയിനായിട്ടുള്ള ഏരിയ വേറെ പുറത്തെവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇതാണ് ഇവിടെ കാണുന്നത്. ഇത് നമ്മളിവിടെ ഇത് ആക്ച്വലി വരുന്നത് അൽറാസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അൽറാസ് മെട്രോ സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ്. ദുബായിലെ അൽറാസ് മെട്രോ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഗ്രീൻ ലൈനാണ്. ഇവിടെ മെട്രോ 2 ലൈനാണ് പ്രധാനമായിട്ടുള്ളത്, ഗ്രീൻ ലൈനും റെഡ് ലൈനും. അതിൽ ഗ്രീൻ ലൈനിലാണ്. ആദ്യമായിട്ടൊക്കെ ദുബായിനെ കുറിച്ച് അറിയാത്ത ആളുകൾക്കാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇത് ഒരു സ്ട്രീറ്റ് പോലെയാണ്. സ്പൈസസിൻ്റെ മാത്രം ഒരു ഏരിയ. സ്പൈസ് എന്ന് പറയുമ്പോൾ ഇവിടെ വെറും സ്പൈസ് അല്ല, നട്ട്സ് ഉണ്ട്, പിന്നെ അതേപോലെ എന്താ ഡ്രൈ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ എല്ലാം കിട്ടുന്നൊരു മാർക്കറ്റാണ്. ആളുകളൊക്കെ ഇപ്പോൾ ഏകദേശം വർക്കൊക്കെ കഴിഞ്ഞ് റൂമിലേക്കും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടി നിൽക്കുന്നൊരു സമയമാണിത്. അപ്പോൾ കുറച്ചുകൂടെ കടകൾ ഇവിടെ ഓപ്പണായി കിടക്കുന്നുണ്ട്. ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും എല്ലാ കടകളും ഇവിടെ ക്ലോസ് ആവും. അതുവരെയൊക്കെ ഏകദേശം ഇവിടെ ഉണ്ടാവുള്ളൂ. പിന്നെ സൺഡേ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആരും ഉണ്ടാവില്ല. സൺഡേ ഫുള്ള് ലീവാണ്. സൺഡേ ആരുമില്ല. ഇവിടെ പൊതുവെ ലീവ് എന്ന് പറയുന്നത് ഞായറാഴ്ച ദിവസങ്ങളിലാണ് ലീവ് ഉണ്ടാവുക. നമ്മളിപ്പോൾ ഏതായാലും നമ്മളെ റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നോക്കാം. നമ്മളെ റൂമ് ഈ ഒരു ബിൽഡിങ്ങിലും ഒരുപാട് കടകളുണ്ട്. ഇവിടെ കുറേ ഷോപ്പുകളുണ്ട്. ഇതൊക്കെ ട്രേഡിങ്ങിൻ്റെ ഒരു ഇതാണ്. ഫുഡ് സ്റ്റെപ്പ് ട്രേഡിംഗ് ആണ് മൊത്തം. നട്ട്സ്, ഫുഡ് സ്റ്റഫ്, സ്പൈസസ് ഉണ്ടോ, എല്ലാം ഫുഡ് സ്റ്റഫാണ്. പിസ്താഷ്യോ, അങ്ങനെ മൊത്തത്തിലൊരു സ്പൈസിൻ്റെ പിന്നെ കുറേ ഗുഡ്സും സാധനങ്ങളൊക്കെ ഉണ്ട്. മൊത്തത്തിലൊരു എന്താ പറയുക, ദുബായ് ബേസ് ചെയ്ത് കിടക്കുന്നത് കൂടുതലും എന്താണ്, ബിസിനസ്സാണ്. നമ്മൾ ലിഫ്റ്റിൽ ഇനി മേലോട്ട് പോവുകയാണ്. ഫ്ലോർ വരുന്നത് 3 അപ്പോൾ 3 എത്തിയിട്ട് പിന്നെ അവിടുന്ന് പിന്നെ മേലോട്ട് പിന്നെയും കയറി പോകണം. ലിഫ്റ്റ് ഇവിടുത്തെ രസമാണ്. ഇവിടെ ജി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ M, പിന്നെ 1, 2, 3. ഇപ്പോൾ 3 എന്ന് പറയുമ്പോൾ ആക്ച്വലി അത് 4ാമത്തെ നിലയായിട്ട് മാറാണ്. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ലിഫ്റ്റ് ഓപ്പൺ ആയാൽ നമ്മൾ പിന്നെ ഇപ്പോൾ 3rd ഫ്ലോർ എത്തി. ഈ 3rd ഫ്ലോറിൽ നിന്ന് പിന്നെ നമ്മളൊരു ഇരുട്ടുള്ള മുറിയിലേക്ക് പോകുന്ന പോലെയാണ്. ഇവിടെ നമുക്കിനി ലൈറ്റ് കിട്ടണം. ഇവിടെ സ്വിച്ച് ഉണ്ട്. സ്വിച്ച് നോക്കി കഴിഞ്ഞാൽ ലൈറ്റ് അത് കുറച്ച് നേരം ഉണ്ടാവും. ഇതൊരു ഒരർത്ഥത്തിൽ നല്ലൊരു സംഭവമാണ്. കാരണം കുറച്ച് സമയത്തേക്കല്ലേ ലൈറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ലൈറ്റ് സേവ് ചെയ്യാൻ പറ്റുമല്ലോ. ഒരു 1 മിനിറ്റൊക്കെ കിട്ടുമായിരിക്കും. പിന്നെ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങുമ്പോഴേക്കും ഈ സ്വിച്ച് യൂസ് ചെയ്യാം. പിന്നെ നമുക്കിപ്പോൾ ഇവിടെ ഒരു ഇതിൻ്റെ പുറമെ വ്യൂ കാണാം. ഇപ്പോൾ സമയം ഏകദേശം ഇവിടെ 7 മണി കഴിഞ്ഞിട്ടോ. 7 മണി കഴിഞ്ഞിട്ടും ഇവിടെ ഇരുട്ടാവുന്നില്ല. നോക്കി താഴെ നമുക്ക് ഇരുട്ട് കാണാം. പക്ഷെ മുകളിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഈ സിറ്റിയുടെ അവസ്ഥ ഇതാ, നല്ല വെളിച്ചമുള്ള പോലെ. അപ്പം കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കിയാലും ഇങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഈ ഒരു സംഭവം കുറേ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ തന്നെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് കുറേ ഏരിയ ഇങ്ങനെ കാണാൻ പറ്റും. ദുബായിൻ്റെ ഒരു വ്യൂ നമുക്ക് ശരിക്ക് അതേപോലെ ഇപ്പോൾ ദൂരെ നോക്കിക്കഴിഞ്ഞാൽ
ഇതിൽ കാണുന്നില്ല, പക്ഷെ ഫ്ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. അതൊക്കെയാണ് ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത്. ദുബായിൽ അവിടെ ഫ്ലൈറ്റ് പോകുന്നുണ്ട്, ലൈറ്റ് മിന്നുന്നത് കാണുന്നുണ്ടാ? ആ ലൈറ്റ് മിന്നുന്നത് ആക്ച്വലി എന്താണ്, ഫ്ലൈറ്റ് പോവുകയാണ്. ആക്ച്വലി ഫ്ലൈറ്റ് അങ്ങോട്ട് പോവാണ്, അപ്പോൾ എയർപോർട്ടിൻ്റെ ആ ഭാഗത്തേക്ക് പോവുകയാണ്. എല്ലാവരും രാത്രി നല്ല വെളിച്ചമാണ് ഇവിടെ. അങ്ങനെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഇതിലും ഭംഗിയായിട്ട് നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ ഒരു സമയത്തെ വ്ളോഗെന്ന് പറയുന്നത്. ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. പുതിയ ഏരിയയും പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പുതിയ കാഴ്ചകൾ ദുബായിനെ കുറിച്ചുള്ള പുതിയ ഇൻഫോർമേഷൻസൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ അറിയിക്കുന്നതാണ്. അപ്പോൾ അവിടെ നോക്കുകയാണത് ആ ഭാഗത്ത് അവിടെയുണ്ട് ഒരു ഫ്ലൈറ്റ് പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കാഴ്ചയൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, അടുത്തടുത്ത് ബിൽഡിംഗ് ആണ്, ചെറിയൊരു ഗ്യാപ്പുള്ള പോലെ ഫുള്ള് സ്ട്രീറ്റ് ഫുള്ള് ബിസി തിരക്കുള്ള നല്ലൊരു കാഴ്ചയാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നേക്ക് നമ്മൾ ഇവിടെ വ്ളോഗ് സ്റ്റോപ്പ് ചെയ്യാണ്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.